ചിത്ര സിൽക്സിൽ വർക്ക് ചെയ്യുന്ന മോഡൽ നല്ല അടിപൊളി കുർത്തി. ഇതിപ്പോ സ്റ്റോൺ വർക്ക് ആണോ വന്നിട്ടുള്ളത്? ഡ്രസ്സുകൾ നിർമ്മിക്കാനുള്ള കണ്ടില്ലേ, ഡ്രസ് മെറ്റീരിയൽസ് അല്ല, അതാണ് ഇത് വെച്ചിട്ടാണ് ഇനി ഇവിടെ എല്ലാം ക്യൂഡബിൾ. ഇതാണ് ഇപ്പൊ നമ്മള് സ്റ്റാർട്ട് റേറ്റ് എന്ന് പറഞ്ഞത്. കാശ്മീരി പ്രിന്റ്. ഓ, രണ്ടാമത് റീസ്റ്റോക്ക് വന്നായിട്ടാണ്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും. ഞാനിപ്പോൾ നിൽക്കുന്നില്ല, നമ്മൾ ലേഡീസിന്റെ കുർത്തികളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയിലേക്കാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മുടെ ഡൽഹിയിലോ സൂറത്തിലോ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ്. അവിടെ എവിടെയില്ല, നമ്മളെ കേരളത്തിലെ എറണാകുളത്തെ ഷോപ്പിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അടിപൊളി ലേഡീസിന്റെ കുർത്തികളും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടോ. മോഫോ ക്ലോത്തിങ് എന്നിട്ട് ഈ ഒരു ഷോപ്പിന്റെ പേര് വരുന്നത്. ഇവർക്ക് ആണെങ്കിൽ ഷോപ്പ് ഉണ്ട് കേട്ടോ അവിടെ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ മാനുഫാക്ചർ ഷോപ്പ്, ഇവരുടെ മാനുഫാക്ചർ ചെയ്ത കാര്യങ്ങൾ ഇവർ തന്നെ ഷോപ്പിൽ ഇട്ടാണ്ട് സെയിൽ നടക്കുന്നുണ്ട്. അതായത് ഹോൾസെയിൽ മാത്രം റീറ്റെയിൽ അടിപൊളി കണ്ടോ. കുട്ടികളായാലും മറ്റു ഡ്രസ്സുകളായാലും ഞാൻ തന്നെ ഇങ്ങനെ ഇപ്പം സ്റ്റിച്ചിങ് ചെയ്ത് നടന്നുകൊടുക്കുന്നത്. അവിടെ കട്ടിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഹോൾസെയിൽ പ്രൈസിലാണെന്ന് പറഞ്ഞത്. അതപ്പോൾ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നതിനാണെങ്കിലും ഇനി ബിസിനസ് ചെയ്യാൻ ആരോഗ്യത്തിനായാലും തന്നെയല്ല, ഇവിടുത്തെ 10 ഇരട്ടി ലാഭത്തിൽ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു ഷോപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ മോട്ടോർ അത് തന്നെ സ്വന്തം പ്രൊഡക്റ്റാണ് എന്തെങ്കിലും മാനുഫാക്ചർ ചെയ്താണ്ടാണ് ഇങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ അകത്താണെങ്കിലേ കട്ടിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഡ്രസ്സുകളൊക്കെ കട്ട് ചെയ്യാനാണ് കുട്ടികളൊക്കെ കട്ട് ചെയ്യാനുള്ള ടാബാണ് ഇവിടെ വെച്ചാൽ ഡ്രസ്സുകളെല്ലാം തന്നെ കട്ട് ചെയ്ത് അതിന് ശേഷം അവിടെ വെച്ച് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ നടത്തി പിന്നെ അയൺ ചെയ്ത് നല്ല പാക്കിങ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇവർ തന്നെ ഷോപ്പിലേക്ക് എത്തുന്നത്. അതായത് നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ പർച്ചേസ് ചെയ്യാനുണ്ട്. അതായത് ഇവിടെ ഒരുപാട് തരത്തിലുള്ള ഡിസൈന് കാര്യങ്ങൾ മോഡൽസ് എല്ലാം തന്നെ ഉണ്ട്. നമ്മൾ കേരളത്തിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിന് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഇവർ ഒരുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇവരോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അതായത് ഇവരെ ചോദിച്ചാൽ നമ്മുടെ എറണാകുളത്ത് കോൺവെൻറ്റ് റോഡിലായിട്ടുണ്ട്, മോഹൻലാലാണ് ഈ ഷോപ്പ് വരുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഇവിടുത്തെ അവിടുത്തെ ഡ്രസ്സുകൾ കാര്യങ്ങൾ അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ ഈ തുടക്കക്കാർക്ക് ഇങ്ങനെ പർച്ചേസ് ചെയ്യാൻ എവിടെ വാങ്ങാൻ പറ്റും അതൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇതെല്ലാം ഇല്ലേ സ്വന്തം പ്രോഡക്റ്റാണ്, ഈ മോഹൻ ക്ലോത്തിൻ്റെ സ്വന്തം പ്രോഡക്റ്റാണ് എല്ലാം തന്നെ. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇവിടുത്തെ ചില സാധനങ്ങൾ നമ്മൾ താഴത്തെ നല്ല അയൺ ചെയ്ത് നല്ല പാക്ക് നല്ല വൃത്തിയോട് കൂടിയാണ് പോകുന്നത്. ഇതെല്ലാം നമുക്ക് ഇതിലൂടെ തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കട്ടോ. അപ്പോൾ നേരെ നമുക്ക് വേണ്ടി. അപ്പോൾ ഇവിടെ ഇത് കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മളല്ലേ ഇനി നമ്മൾ ഡ്രസ്സുകൾ നിർമ്മിക്കാനുള്ള കണ്ടില്ലേ, ഡ്രസ് മെറ്റീരിയൽസ് അല്ല, അതാണ് ഇത് വെച്ചിട്ടാണ് ഇനി ഇവിടെ എല്ലാം തന്നെ ഇനി നിർമ്മിക്കാൻ പോകുന്നുണ്ടോ. ഒരുപാട് തരത്തിലുള്ള പ്രിന്റിങ്ങിൽ വന്നിട്ടുണ്ട്, ഫാബ്രിക്കിൽ വന്നിട്ട് ഒരുപാട് തരത്തിലുള്ള വന്നിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം വെച്ചിട്ടാണ് ഇനി കട്ട് ചെയ്താണ്ട് ഇനി കുർത്തികളും മറ്റൊക്കെ ആകാൻ പോകുന്നത്. ഒരുപാട് സ്റ്റോക്ക് ഇങ്ങനെ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഇനി കുർത്തീസും മറ്റും ആകാൻ പോകുന്നതാണ്. അപ്പം നമ്മൾ ഇവിടുത്തെ പ്രൊഡക്ഷൻ യൂണിറ്റ് എല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ഡ്രസ്സുകളെല്ലാം ഇവിടുത്തെ ഒന്ന് പരിചയപ്പെട്ടു. അപ്പോൾ മെയിനായിട്ട് ഇവിടെ കുർത്തീസ് മാത്രമല്ല ചെയ്യുന്നത്, കുർത്തീസ് മാത്രം. ആ, അപ്പൊ എന്തെല്ലാം തരത്തിലാണ്? കോട്ടൺ എല്ലാ തരം ഇതിൽ വന്നിട്ടുണ്ടോ? കോട്ടണിലുണ്ട്, ജോർജറ്റിലുണ്ട്, പിന്നെ സരി ജോർജറ്റ്, സിൽക്കി ജോർജറ്റ്, ഫുള്ള് ജോർജറ്റിലാണ് വരുന്നത്. ഇപ്പൊ നമ്മുടെ കുർത്തീസിൽ പറഞ്ഞാൽ ഏകദേശം സ്റ്റാർട്ടിംഗ് റേറ്റ് ഇപ്പൊ എത്ര ചെയ്യാൻ? സ്റ്റാർട്ടിംഗ് 299 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 299 299 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ആ, അപ്പൊ നിങ്ങളെ മിനിമം പർച്ചേസിംഗ് ക്വാളിറ്റി എത്രയാണ്? നമുക്ക് പർച്ചേസിംഗ് അല്ല, മിനിമം പർച്ചേസ് അല്ല, നമുക്കൊരു സെറ്റ് എടുത്താൽ മതി. അതായത് ഒരു ബണ്ടില്, അതായത് എനിക്ക് ഒന്നുണ്ട് ഒരു ബണ്ടിൽ മാത്രം എടുത്തുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇവിടുന്ന്? അത് ഒറ്റ ബണ്ടിൽ മാത്രം എടുത്താലേ പർച്ചേസ് ചെയ്യാലേ? ഒരു കളറിൽ 4 സൈസാ വരുന്നത്, അങ്ങനെയാണ് ഒരു ബണ്ടിൽ വരുന്നത്. അതായത് അതായത് ഇങ്ങനത്തരത്തിലൊരു സെറ്റ് ആണെങ്കിൽ 4 സൈസ്. ഇതിപ്പോ മീഡിയം ആണെങ്കിൽ മീഡിയം, ലാർജ്, എക്സൽ അങ്ങനെ വരില്ലേ? അങ്ങനത്തെ തരത്തിലാണ് വരല്. അതായത് ഒരു കെട്ടുകൊണ്ടാണ് നമുക്കാണെങ്കിൽ ബിസിനസ്സിന് വേണ്ടി എടുക്കല്ലേ? എത്ര അതായത് സാമ്പിൾ നോക്കേണ്ടവർക്ക്, നമുക്ക് ഫസ്റ്റ് ടൈം പർച്ചേസ് ചെയ്യുന്നവർക്ക് സാമ്പിൾ നോക്കേണ്ടവർക്ക് ആ ഒരു സെറ്റ് എടുക്കാം. അതായത് നമുക്ക് ചെക്ക് ചെയ്യാനൊക്കെ ആണെങ്കിലും ഇവിടുന്ന് ക്വാളിറ്റിയുള്ള ഒരു സെറ്റ് എടുത്താൽ മതി അല്ലേ? അപ്പൊ ഇവിടെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയായിരുന്നു വരുന്നത്? ലൊക്കേഷൻ വരുന്നത് ഷെനായി തിയേറ്ററിന് നേരെ ഓപ്പോസിറ്റ് ആണ് ലൊക്കേഷൻ വരുന്നത്. കോൺവെന്റ് റോഡിലേക്ക് തിരിഞ്ഞാൽ മതി. തിരിഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് എന്നാലും ഇവിടുത്തെ ഡ്രസ്സുകളെല്ലാം തന്നെ അതൊന്ന് പരിചയപ്പെടാല്ലേ? ഇതിപ്പം 299 ഇതാണല്ലോ ഇപ്പൊ നമ്മള് സ്റ്റാർട്ട് റേറ്റ് എന്ന് പറഞ്ഞത്. ആ, ഓ ഇതല്ലേ? ഓ, ഇതിപ്പോ കോട്ടന്റെ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. കോട്ടണിലാണ്. ഇതില് നോക്കുകയാണെങ്കിൽ പ്രിന്റിങ് മെറ്റീരിയൽ, ഇത് ഫുള്ള് പ്രിന്റിങ് അല്ലേ ഇപ്പൊ വന്നിട്ടുള്ളത്? ഇതിപ്പോ ഏതാ സൈസ്? എക്സൽ ആണ് സൈസ്. ആ, ഒരു ബണ്ടില് 4 സൈസ് വരില്ലേ? അതായത് സൈഡ് ഓപ്പൺ ഒക്കെ ഉള്ള മോഡല്. ഇതാണ് ഇവിടുത്തെ സ്റ്റാർട്ട് റേറ്റ് ഉള്ള കുർത്തി പറഞ്ഞാൽ. ഇപ്പം
ഇനി ഇതൊക്കെ നമുക്ക് ഡെയിലി യൂസിന് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മോഡൽസ്. ഫ്രോക്ക് മോഡൽ വരും. ഫ്രോക്ക് മോഡൽ. ആ ഇങ്ങനത്തെ തന്നെ ഓഫീസ് യൂസേഴ്സിനൊക്കെ നല്ലതാണ്. ഓ തന്നെ. ഇതിപ്പോ എന്താ മെറ്റീരിയൽ? ഇത് ജോർജറ്റ് ആണ്. ജോർജറ്റിൽ വരുന്ന മീഡിയം സൈസ് ആണല്ലേ? ലോങ് കുർത്തിയാണല്ലേ? ലോങ് കുർത്തി. ലോങ് കുർത്തി. 46 ലെങ്ത് വരുന്നുണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ ഇതിൽ തന്നെ ഒരുപാട് മെറ്റീരിയൽസ്. ഇത് ഓർഗൻസിൽ നല്ല ഇതില് വർക്ക് വന്നിട്ടുള്ള മോഡലല്ലേ? ത്രെഡ് വർക്ക് വന്നിട്ടുള്ള മോഡല്. ഓ ഇതിന്റെ കളർ തന്നെ അത്യാവശ്യം നല്ല എടുത്ത് കാണിക്കുന്നുണ്ട്. ഈ ഒരു ബണ്ടിൽ പറഞ്ഞാൽ ഒരേ കളർ തന്നെ ആയിരിക്കും? കളറില് മാറ്റം വരുമോ? ഇല്ല, ഒരു കളറിൽ തന്നെ 4 സൈസ്. ഒരു കളറിൽ തന്നെ 4 സൈസ് അല്ലേ തന്നെ? ഇത് നോക്കുകയാണെങ്കിൽ ഇതിന്റെ വർക്ക് ഉണ്ട് നല്ല രീതിയിൽ തന്നെ. ഓർഗൻസ്, ഇത് ഓർഗൻസ് വർക്ക് അല്ലേ? ഓർഗൻസ് വർക്ക്, ത്രെഡ് വർക്ക് കൂടി വന്നിട്ട് മിക്സഡായിട്ടല്ലേ? അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതെല്ലാം വേണ്ടവർ വരെ കോൺടാക്ട് ഉള്ള നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് കോട്ടണില് വർക്കൊന്നുമില്ല, ഏലയും കുർത്തിയാണ് വരുന്നത്. കോട്ടണില് വർക്കൊന്നും ഇല്ലാത്ത മോഡലല്ലേ? അധികം വർക്കൊന്നും ഇല്ലാത്ത സിമ്പിൾ മോഡൽ പ്രിന്റിങ്. ഫ്രണ്ട് ഭാഗത്ത് ചെറിയൊരു വർക്ക് മാത്രമേ വരുന്നുള്ളൂ. ലൈനിങ് ഉണ്ട്, ലൈനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഇതൊക്കെ പിന്നെ വർക്ക് വരുന്ന മോഡൽ വിചിത്ര സിൽക്സ് ആണ്. വിചിത്ര സിൽക്സിൽ വർക്ക് വരുന്ന മോഡൽ നല്ല അടിപൊളി കുർത്തി. ഇതിപ്പോ സ്റ്റോൺ വർക്ക് ആണോ വന്നിട്ടുള്ളത്? അല്ല, ബീച്ച് വർക്ക് ആണല്ലോ വന്നിട്ടുള്ളത്. സീക്വൻസ് വർക്ക് ഒക്കെ വരുന്നത്. സീക്വൻസ് വർക്ക് കൂടി വന്നിട്ട് ഇതിപ്പോ ഈ എൽ സൈസ് ആണല്ലോ വന്നിട്ടുള്ളത്. ഇതിന് തന്നെ മീഡിയം എല്ലാം തന്നെ ഉണ്ടാവില്ലേ? ഓ നല്ല അടിപൊളി ഇതായിട്ട് കാണുന്നത് കണ്ടോ. ഇതിപ്പോ എന്ത് പറ്റില്ല? വിചിത്ര സിൽക്സ്. ആ ഇനി നെക്സ്റ്റ് ഏതാ കാണുന്നത് നമ്മള്? ആലിയ കട്ട് മോഡലിൽ വന്നിട്ടുള്ള വർക്ക് വരുന്ന കുർത്തിയിലെ. ഇതിലിപ്പം ലോങ് കുർത്തിയാണല്ലേ? 46 ലെങ്ത് ഉണ്ട്. ഇതിപ്പം ഹാഫ് സ്ലീവിൽ അങ്ങനെ വന്നിട്ടുള്ളത്? ഫുൾ സ്ലീവിലുള്ളതും ഉണ്ട്, 3/4 സ്ലീവിലുള്ളതും ഉണ്ട്. രണ്ടല്ലേ? ഫുൾ സ്ലീവാ വരുന്നത്. ഫുൾ സ്ലീവ് ആണ് വരുന്നില്ലേ? ഇതിൽ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമ്മൾ നോക്കുമ്പോൾ നല്ല രീതിയിൽ മിറർ വർക്ക് കൂടി ചെയ്തിട്ട് മിക്സഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് കാണുന്നത് കണ്ടോ. നല്ല ഒരുപാട് കളേഴ്സും കൂടി മിക്സഡ് ആയിട്ട് വന്നിട്ട് നല്ല രീതിയിലൊരു പ്രിന്റിംഗ് ആണ് കേട്ടോ കണ്ടോ. അത് അടിപൊളി. ഇതിപ്പം മീഡിയം ആണോ? ഇത് മീഡിയം ആണല്ലേ? ഇതിപ്പോ എന്ത് മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്? ഇത് കോട്ടൺ ആണ്, കലങ്കാരിയാണ്. കോട്ടണില് കലങ്കാരി വർക്ക് ചെയ്യുന്ന മോഡൽ. ആ ഇവർ തന്നെ സ്വന്തം മാനുഫാക്ചറിങ് ചെയ്യുന്നത് കൊണ്ട് നല്ല രീതിയിൽ വർക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ജോർജറ്റിൽ വർക്ക് ചെയ്യുന്ന മോഡൽ അല്ലേ? ഫ്രണ്ട് ഭാഗത്ത് മാത്രമേ വർക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. ഇതിപ്പോ എന്ത് പറ്റില്ല? 2 പീസ്, അതായത് ടോപ്പും പാന്റും കൂടി വരുന്നല്ലേ? കോട്ടണില്. ആ കോട്ടൺ മെറ്റീരിയൽസ് ആണല്ലോ ഇത്. ഇതിപ്പോ എത്ര സൈസ് വന്നിട്ടുള്ളത്? മീഡിയം സൈസ് ആണ്. മീഡിയം സൈസ് ആണ്. ഇതില് നമ്മള് 2 പീസ് പറഞ്ഞ അതും സെറ്റ് ഉണ്ടോ നിങ്ങളുടെ അടുത്ത്? സെറ്റ് ഉണ്ടല്ലേ? എല്ലാ സെറ്റ് തന്നെയാണല്ലേ? അത് നിങ്ങളുടെ 4 പീസ് തന്നെ അല്ലേ? 4 പീസ് തന്നെ അല്ലേ ചോദിക്കാം? ഇതാണല്ലോ ഇപ്പൊ ഇതിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ. ഇത് ഫ്രണ്ട് ഭാഗത്ത് ഒരു പ്രിന്റിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇപ്പൊ ഏതാ വന്നിട്ടുള്ളത്? ഇതിപ്പോ ഏത് മോഡലാണ്? ഓ ഇതും 2 പീസ് മോഡൽ തന്നെയല്ലേ? കോട്ടൺ അല്ലേ? കോട്ടണിൽ നല്ല രീതിയിൽ പ്രിന്റിങ് എന്നിട്ടുള്ള ക്ലോത്ത് ആണല്ലേ കാണുന്നത്? വേറെ വർക്കൊന്നും ഇല്ല, അതായത് ക്ലോത്ത് മാത്രമേ ഉള്ളൂ. ക്ലോത്തിന്റെ വർക്കായിട്ട് കാണുന്ന ഈ പ്രിന്റിങ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കണ്ടോ. അതിന്റെ തന്നെ പാന്റ് ആണല്ലേ കാണുന്നത്? കണ്ടോ അതിന്റെ പാന്റ്? ആ ഇതും 2 പീസ് ആണോ? ടോപ്പ് മാത്രമാണല്ലേ? ഓ എംബ്രോയിഡറി വർക്ക് അല്ലേ ഫ്രണ്ട് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്? എംബ്രോയിഡറി വർക്ക്, പീച്ച് വർക്ക് കൂടി എടുത്തിട്ടുണ്ട് മിക്സഡ് ആയിട്ട്. നല്ല രീതിയിൽ അത്യാവശ്യം വർക്ക് വന്നിട്ടുണ്ട്. അത്യാവശ്യം ഈ കളറും കൂടി ആയപ്പോൾ നല്ല വർക്ക് എടുത്ത് കാണിക്കുന്നുണ്ട്.
എല്ലാത്തിനും ലൈനിങ് അല്ലേ ഇവിടെ? ഉണ്ട് ലൈനിങ്. ലൈനിങ് എല്ലാം ഉണ്ടല്ലേ? ഇത് കോട്ടണിൽ തന്നെയാണ്. കോട്ടൺ തന്നെ. ഓ, ഇങ്ങനെ നല്ല ജോർജറ്റ് പ്രിന്റിങ് പാച്ച് വരുന്നത്. ക്ലോത്ത് ആണല്ലോ ഇത്. ഇതിപ്പോ എങ്ങനെ വന്നിട്ടുള്ളത്? ഇതില് ജോർജറ്റ് പാച്ച് വരും. ജോർജറ്റിന്റെ പാച്ച് വർക്ക് അല്ലേ? അകത്ത് അത് മിറർ വർക്ക് കൂടി മിക്സഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടല്ലേ? മിറർ വർക്ക് കൂടി കൊടുത്തിട്ടുണ്ട് കണ്ടോ? ഈ ഒരു ക്ലോത്ത് തന്നെ കണ്ടില്ലേ? ഇനി അടുത്ത മോഡൽ ഇപ്പൊ എന്താ? ഇത് എയർലൈൻ കുർത്തിയാണ്. നടുക്കിങ്ങനെ പ്ലീറ്റ്സ് വരുന്നത്. പീച്ച് വർക്കും പ്ലീറ്റ് വർക്ക് അല്ലേ? പ്ലീറ്റ്സ് വർക്ക് തന്നെയാണ് വരുന്നത്. പീച്ച് വർക്ക് തന്നെയാണ് വരുന്നല്ലേ? സ്റ്റോണും കൂടി മിക്സഡ് ഉണ്ട് ഇതുമ്പോ. സ്റ്റോണും കൂടി മിക്സഡ് ആയിട്ട് വരുന്നുണ്ട്. ഇതിപ്പോ ലോങ് കുർത്തിയാണല്ലോ വന്നിട്ടുള്ളത്. ഡബിൾ എക്സൽ സൈസ് ആണ്. ഡബിൾ എക്സൽ സൈസ്. ഓ, അത്യാവശ്യം വലിയ സൈസും ഉണ്ടല്ലേ? ഇനിയിപ്പോ വന്നിട്ടുള്ള മോഡൽസ് പറഞ്ഞപ്പോ എന്താ? ഇത് സിൽക്കി ജോർജറ്റ് ആണ്. സിൽക്കി ജോർജറ്റിൽ വന്നിട്ടുള്ള കുർത്തിയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്ലിറ്റഡ് ആണല്ലേ? ഇതിപ്പോ ലോങ് കുർത്തി തന്നെയാണല്ലേ? ലോങ് ആണ്. അധികം ലോങ് കുർത്തിയാണല്ലോ വന്നിട്ടുള്ളത്. എല്ലാത്തിനും വരുന്നല്ലേ? വിചിത്രയില് ഇത് വിചിത്ര സിൽക്കിന്റെ മോഡൽ തന്നെയല്ലേ? ഓ, ഡൈ മോഡൽ തന്നെ നല്ല രീതിയില് വർക്ക്, മിറർ വർക്കും ത്രെഡ് വർക്ക്, സ്റ്റോൺ വർക്കും പീച്ച് വർക്ക് കൂടി വന്നിട്ടുള്ള മോഡലാണ് കാണുന്നത്. ഇതിപ്പോ മീഡിയം സൈസ് ആണ്. ഇതിന് തന്നെ SL ഡബിൾ SL ഒക്കെ ഉണ്ടാവൂലേ? ഉണ്ടോ? എല്ലാത്തിനും നമ്മള് റേറ്റ് അങ്ങനെ പറഞ്ഞില്ല കേട്ടോ. നമ്മള് സ്റ്റാർട്ടിംഗ് റേറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വേണ്ടവര് ഇവിടെ ജസ്റ്റ് ഒന്ന് ഇവരെ കോൺടാക്ട് ചെയ്താൽ റേറ്റ് കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. ഇനി അടുത്ത് വേറെ മോഡലാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. കോട്ടണിൽ വരുന്നല്ലേ? കൂടുതലും വരുന്നത് നമ്മുടെ ഹാൻഡ് വർക്കാണ്. മെഷീൻ വർക്ക് അല്ല, ഫുൾ ഹാൻഡ് വർക്കിൽ വരുന്നതാണ്. ഫുൾ ഹാൻഡ് വർക്ക് വരുന്നല്ലേ? ഓ, ഇതിപ്പോ ഏതാ വർക്ക്? നല്ല രീതിയിൽ ഇത് ഈ ക്ലോത്തിന്റെ നെറ്റ് വർക്ക് ആണല്ലോ കാണുന്നത്. ഈ ക്ലോത്തിന്റെ തന്നെ വർക്ക് ഇതാണ്. ഇത് കണ്ടോ? നല്ല ഒറ്റ നോട്ടത്തിൽ നമ്മൾ കണ്ടാൽ ചിലപ്പോ വർക്കാന്ന് തോന്നുമെങ്കിലും കണ്ടോ, ഒരു പ്ലെയിൻ ആണ് കേട്ടോ. കണ്ടോ? പ്ലീച്ച് വരുന്ന മോഡൽ. അത് സെന്റർ ഭാഗത്ത് ഇങ്ങനെ വരുന്ന മോഡലല്ലേ? ഓ, ഇനി അതേമാതിരി വേറൊരു നല്ല അടിപൊളി കാശ്മീരി പ്രിന്റ്. ഓ, രണ്ടാമത് റീസ്റ്റോക്ക് വന്നായിട്ടാണ്, പുതുതായിട്ട് വന്ന മോഡലാണല്ലേ? ഇതിപ്പോ എങ്ങനെ വന്നിട്ടുള്ളത്? ജുവൽ നെക്ക്, അതായത് നെക്കില് ഒരു വേറെ ഡിസൈന് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള മോഡലാണിത്. ഇതിൽ തന്നെ നല്ല രീതിയിൽ വർക്ക് കാര്യങ്ങൾ നെറ്റിന്റെ ക്ലോത്ത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട്, അത്യാവശ്യം ലോങ് ഒരു കുർത്തിയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ കണ്ടോ? ഇനിയിപ്പോ എങ്ങനെ ഇതെങ്ങനെ? ഇത് ജോർജറ്റിൽ അജ്രക് പാച്ച് വരുന്നത്. അജ്രക്. ഡബിൾ മിറർ. നല്ല ഒരു അത്യാവശ്യം ചെറുതും വലുതും കൂടി മിക്സ്ഡ് ആയിട്ട് കൊടുത്തിട്ടുള്ള വർക്ക് അല്ലേ? ജോർജറ്റ് മെറ്റീരിയൽ. കോട്ടൺ ആണ് അകത്ത് വെച്ചിരിക്കുന്നത്. മറ്റേ ഇത് ക്ലോത്ത് പറഞ്ഞാൽ ഇവിടെ കാണുന്ന നമ്മള് ജോർജറ്റ് മെറ്റീരിയൽ. ഇത് ജോർജറ്റ് മെറ്റീരിയൽ. ഇവിടെ കൊടുത്തിട്ടുള്ള ഇപ്പൊ കോട്ടൺ മെറ്റീരിയൽ. സ്ലീവിൽ നോക്കുകയാണെങ്കിൽ വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിപ്പോ മീഡിയം സൈസ് ആണല്ലേ? മീഡിയം സൈസ് ആണ്. നമുക്ക് കോട്ടൺ, പ്ലെയിൻ കോട്ടൺ. നമ്മൾ ആദ്യം സ്റ്റാർട്ടിംഗ് റേറ്റ് കണ്ട അതേ മോഡൽസ്, അതിന്റെ തന്നെ വേറെ മോഡൽസ് ആണ് കാണുന്നത്. ഡെയിലി യൂസിനൊക്കെ പറ്റിയത്. ഇതിന്റെ കോളർ വർക്ക് എന്താണ് വന്നിട്ടുള്ളത്? ഇപ്പൊ വേറെ മെറ്റീരിയൽ. അതേമാതിരി നമ്മള് കൈയിന്റെ സ്ലീവിന്റെ വർക്ക് ആണെങ്കിലും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മള് ബ്ലാക്ക് ഒരു കുർത്തിയില്ലേ? ഡിജിറ്റൽ പ്രിന്റ് അല്ലേ? പ്രിന്റില് മിറർ വർക്ക് കൂടി വന്നിട്ടുണ്ടല്ലേ? ഫ്രണ്ട് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ
അതുപോലെ തന്നെ വേറൊരു ബ്ലാക്കിൽ നല്ല രീതിയിൽ വർക്ക് വന്നിട്ടുണ്ട്. ജോർജറ്റ് ജോർജറ്റില് നല്ല പീച്ച് വർക്കും സ്റ്റോൺ വർക്കും കൂടി മിക്സഡ് ആയിട്ടല്ലേ ഇപ്പൊ ഇത് കാണുന്നത്? ബീച്ച് വർക്കാണ് കൂടുതലല്ലേ? ത്രെഡ് വർക്ക് കൂടി വന്നിട്ടുണ്ട് കണ്ടോ. ഇപ്പൊ നെറ്റിന്റെ ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത്. സെരി ജോർജറ്റ് അല്ലേ? ഏലയും കുർത്തി പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മോഡലാണല്ലേ. ഹെവി വർക്കാണ്, നല്ല മോഡൽസ് തന്നെ കാണാൻ. പിന്നെ ഇത് കോട്ടണിൽ വരുന്നതാണ്. കോട്ടണിൽ വരുന്നത് കോട്ടൺ പ്രിന്റഡില് ഇത് ജോർജറ്റാ വരുന്നത് അകത്ത്. ജോർജറ്റ് മെറ്റീരിയൽ ഇവിടെ കാണുന്നത് ജോർജറ്റ് മെറ്റീരിയൽ അല്ലേ? അതായത് നെക്കിൽ വേറെ ഡിസൈന് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഫുള്ള് പ്രിന്റിംഗ് ആണല്ലോ ഇപ്പൊ. പ്രിന്റിലാണ് വരുന്നത്. ഇത് വിചിത്ര സിൽക്കിൽ തന്നെ വേറൊരു മോഡല്. ഫുൾ സ്ലീവ് ആണ് വരുന്നത്. ഫുൾ സ്ലീവിലെ മിറർ വർക്ക് വരുന്ന മോഡല്. ഇനി അടുത്ത മോഡൽ ഏതാണ്? ഇനിയിപ്പം വിഷുവിന്റെ കളക്ഷൻസ് ഇറങ്ങിയതിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു കേരള സെല് അല്ല ടിഷ്യൂവിന്റെ മെറ്റീരിയൽസ് വെച്ച് ചെയ്തിട്ടോ കണ്ടോ. നല്ല അടിപൊളി വിഷു കളക്ഷനിൽ പെട്ടതാണ് അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിചിത്രയില് ചെയ്ത ഇതേമാതിരി നല്ല രീതിയിൽ വർക്ക് കാര്യങ്ങളെല്ലാം തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇതിപ്പോ എത്ര സൈസ് വന്നിട്ടുള്ളത്? ഇതിപ്പോ മീഡിയം സൈസ് ആണല്ലേ. 3/4 സ്ലീവ് ആണ് വരുന്നത്. 3/4 സ്ലീവ് ആണ് വരുന്നത്. ഇത് പ്ലെയിൻ ഫ്രോക്ക് മോഡൽ പഫ് സ്ലീവ് ആണ് വരുന്നത്. നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ടൈപ്പ്. കളേഴ്സ് ഒക്കെ കുറെ ഉണ്ട് ഇതിന്റെ. പ്രിന്റ് വലിയ പ്രിന്റാ വരുന്നത്. വലിയ പ്രിന്റിൽ പ്ലെയിൻ ആണ്. നമ്മളെ ഒരു ബെൽറ്റ് മാതിരി വരുന്ന മോഡലൊക്കെ. ഇനി അടുത്ത ഏതാ വന്നിട്ടുള്ളത്? ഇതും ജോർജറ്റ് ആണ്. പ്രിന്റഡ് ജോർജറ്റിലാണ് വരുന്നത്. പ്രിന്റഡ് ജോർജറ്റിൽ വരുന്ന പറ്റില്ലല്ലേ? ഫ്രോക്ക് മോഡൽ വർക്ക് വരുന്നുണ്ട്. വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ? ഫുൾ സ്ലീവ് ആണ് വരുന്നത്. അപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഷോപ്പിലെ കുറച്ച് ഡ്രസ്സുകളും മറ്റു കാര്യങ്ങളും കണ്ടു കഴിഞ്ഞിട്ട് അപ്പൊ നിങ്ങൾക്കാണെങ്കിൽ ഇവിടുന്ന് ഹോൾസെയിൽ പർച്ചേസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് ഹോൾസെയിൽ പറഞ്ഞാൽ ഒരു ബണ്ടിൽ മാത്രം എടുത്താൽ മതി. അതായത് സിംഗിൾ പീസ് ഇവിടുന്ന് കിട്ടില്ല കേട്ടോ. അതായത് ഇവിടെ കോൺടാക്ട് ഉള്ള നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവർ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതായിട്ട് ഈ കുർത്തീസ് എല്ലാം തന്നെ. അതുകൊണ്ടാണ് ഇത്രയും വിലക്കുറവിലൊക്കെ കിട്ടുന്നത്. നിങ്ങൾക്ക് ഒരു ബിസിനസ് ഒക്കെ തുടങ്ങാൻ പറ്റുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഈ ഒരു ഷോപ്പ് എന്നാൽ മോഫ ക്ലോത്തിങ് ആണ് ഈ ഒരു ഷോപ്പ് എന്നാൽ. അപ്പോൾ ഇവിടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും ബൈ.